ഹായ്, ഇന്ന് എൻ്റെ ടൈം ടേബിൾ നോക്കാം കേട്ടോ. ഞാൻ എന്നും ഫോളോ ചെയ്ത് വരുന്ന എൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റതും ആദ്യം ടൈം ടേബിൾ എഴുതി വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടൈം ടേബിൾ ആദ്യം തന്നെ എഴുതി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ട് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ നോർമലായിട്ട് ഇങ്ങനെ എഴുതി വെക്കും. ഇതുപോലെ ഡേറ്റ് ഇടും, പിന്നെ ഏതാ ദിവസം എന്ന് എഴുതി വെക്കും. എന്നിട്ട് എന്നത്തെയും പോലെ എന്നും ഒരേ ടൈം ടേബിൾ ആട്ടോ, എക്സ്ട്രാ ഒന്നും ഞാൻ ഇടില്ല. എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ടൈം ടേബിളിൽ ഇടാറുള്ളൂ. എൻ്റെ ടൈം ടേബിളിൽ ഞാൻ ആദ്യം തന്നെ എഴുതുന്ന 2 സബ്ജക്റ്റുകളാണ് ഓൾഡ് SCRT ന്യൂ SCRT. രാവിലെ തന്നെ ഞാൻ തീർക്കുന്ന 2 ഭാഗങ്ങളാണ് കേട്ടോ. അതായത് 2ൽ നിന്നും ഓരോ ചാപ്റ്റർ വീതമാണ് ഞാൻ ഡെയിലി പഠിക്കാറ്. ചിലപ്പോൾ ഇപ്പം മിക്കതും അത് റിവിഷൻ ആയിരിക്കും, കുറേ തവണ നമ്മൾ വായിച്ചതായിരിക്കില്ല. അപ്പോൾ റിവിഷൻ ആയിരിക്കും, ഇപ്പോൾ പെട്ടെന്ന് തന്നെ പോയിക്കോളും കേട്ടോ. എന്നാലും 1-2 ചാപ്റ്റർ, ചിലപ്പോൾ ഞാനും ചെറിയ ചാപ്റ്ററൊക്കെ ആണെങ്കിൽ ഒരു 3-4 ഒക്കെ ഇരുന്ന് പഠിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ ചാപ്റ്റർ ആണെങ്കിൽ ഒരു ചാപ്റ്റർ അങ്ങനെ നോക്കാറ്. അപ്പോൾ അത് രാവിലെ തന്നെ നോക്കിപ്പോകും കേട്ടോ. അപ്പോൾ നല്ലൊരു ആശ്വാസമാണ് ഫസ്റ്റ് തന്നെ 2 ടിക്കൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ. രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം പഠിക്കുന്നത് അതാണ്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇത് 3ഉം ഡെയിലി ഉണ്ട് കേട്ടോ ടൈം ടേബിളിൽ. ചിലപ്പോൾ അതിൽ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇംഗ്ലീഷാണ് നോക്കാൻ ചിലപ്പോൾ പറ്റാതിരിക്കുക, അങ്ങനെയാണെങ്കിൽ തന്നെ കേട്ടോ. എങ്ങോട്ടേലും പോവുക, അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇംഗ്ലീഷായിരിക്കും സ്കിപ്പ് ചെയ്യുക. മാത്സും മലയാളവും എന്തായാലും ഉണ്ടാവും. ഇംഗ്ലീഷ് ഞാൻ അധികം വീഡിയോ ക്ലാസ്സാണ് കാണാറ് കേട്ടോ. മാത്സും വീഡിയോ തന്നെയാണ്, പക്ഷെ ചിലപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ആ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാറുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ മലയാളം ഞാൻ എൻ്റെ കയ്യിൽ ബുക്കുണ്ട്, നോട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു ആര്യ മിസ് ഇറക്കിയിട്ടുള്ളൊരു ബുക്ക് ഉണ്ടല്ലോ, ഞാൻ കാണിക്കാം ലാസ്റ്റ്. ആ ഒരു ബുക്ക് കൊണ്ടുണ്ട്. അത് 2 ഞാൻ മലയാളത്തിന് പഠിക്കാറ് കേട്ടോ. പിന്നെ റാങ്ക് ഫയൽ എന്ന് എഴുതിയിട്ട് റാങ്ക് ഫയലും ഒരു ഭാഗം പഠിക്കും. ഇതിലൊന്നും ഞാൻ ടോപ്പിക്കായിട്ട് എഴുതുന്നില്ല, കാരണം അതെല്ലാം ഞാൻ എൻ്റെ സിലബസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടല്ലോ, അതിലാണ് അടയാളപ്പെടുത്തുക ഇന്ന് എന്ത് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മുടെ കറണ്ട് അഫെയർസും അതും ഡെയിലി ടൈം ടേബിളിലുണ്ട് കേട്ടോ. പിന്നെ ഒരു സൺഡേ ഒക്കെയാണ് ഞാൻ ഈ ടൈം ടേബിൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ റിവിഷൻ കൂടി എഴുതി വെക്കുക. അപ്പോൾ റിവിഷനും അങ്ങനെ നടന്നു പോകും. അങ്ങനെ ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെയിലി ടൈം ടേബിൾ. അപ്പോൾ ഇത് തന്നെ കേട്ടോ, ഞാൻ കുറേ ആയിട്ട് ഈ ഒരു ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ചില സമയത്ത്. അങ്ങനെ ഇപ്പം ഞാൻ പഠിക്കുന്നത് കൂടുതൽ റിവിഷൻ ആയതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ ടോപ്പിക്കായിട്ട് ഇടാത്തത് കേട്ടോ. അപ്പം ഞാനിത് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ ടിക്കറ്റ് പോവലാണ്. അപ്പോൾ നല്ലൊരു ആശ്വാസമാണ്. ഒരു ദിവസത്തിൻ്റെ ലാസ്റ്റ് ഇത് ഫുള്ള് ടിക്കറ്റ് കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ ഇതൊരു ചെറിയ ടൈം ടേബിളുമാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ബുക്ക് ഇതാണ് കേട്ടോ, ഫ്രണ്ട്ലി PSC ആര്യ മിസ് ഇറക്കിയ ആ ബുക്ക് ഉണ്ടായിരുന്നല്ലോ, ആദ്യം ഇറക്കിയ സമയത്ത് ഞാൻ വാങ്ങിയതാണ്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി അപ്ഡേറ്റ് ആക്കിയിട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഞാൻ മലയാളം പഠിക്കാൻ എടുക്കുക കേട്ടോ, കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ തന്നെ നമുക്ക് നല്ലതുപോലെ മലയാളത്തിലും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ, കുറേ PYQ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂട്ടോ ഇതുപോലെ ഒരു ടൈം ടേബിൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ എക്സാമിനും ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇനിയും അടുത്ത വീഡിയോസിലൊക്കെ കാണാം. അതുവരെയും ബൈ.